ഇസ്രയേലിൽ ഇപ്പോൾ സ്ത്രീകളെല്ലാം ഏറ്റവും കൂടുതൽ സർക്കാരിൽ അപേക്ഷ സമർപ്പിക്കുന്നത് തോക്കിന് വേണ്ടിയിട്ടാണ്. ഹമാസിന്റെ ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയേറെ അപേക്ഷകൾ ആദ്യമായിട്ടാണ് എന്ന് ഇസ്രയേലും സമ്മതിക്കുന്നു. ഇതുവരെ അപേക്ഷിച്ചത് 42,000-ഓളം വരുന്ന സ്ത്രീകളാണ് തോക്കിനായി അപേക്ഷിച്ചത്. ഇതിൽ പലർക്കും തോക്ക് ഉപയോഗിക്കാൻ അറിയാത്തവർ പോലും ഈ അപേക്ഷയിൽ ഉണ്ട്. നിലവിൽ 15,000 പേർക്ക് മാത്രമാണ് ഇസ്രയേൽ തോക്ക് അനുവദിച്ചിട്ടുള്ളത്, തോക്കിന്റെ ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. 10,000 പേർ നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമായി തോക്ക് ഉപയോഗിക്കുന്നവരായിട്ടുണ്ട്. അതുകൂടാതെയാണ് 42,000-ഓളം സ്ത്രീകൾ ഈ തോക്ക് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. പ്രതിദിനം 100 പെർമിറ്റ് വീതമാണ് ഇസ്രയേൽ ഇതിനുവേണ്ടി നൽകുന്നതും. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം ഉദിച്ചുയരുന്നുണ്ട്. കാരണം ഈ ഭീകരാക്രമണത്തെ ചെറുക്കുവാനാണ് ഈ തോക്ക് ലൈസൻസിന് അപേക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇത് ഭാവിയിൽ പരസ്പരമുള്ള കൊലപാതകത്തിലേക്കും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കും ഇടയാക്കും എന്നാണ് ഒരു പക്ഷം പറയുന്നത്. ഏതായാലും ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കണം ഇത്രയധികം സ്ത്രീകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ തോക്കിന് വേണ്ടി അപേക്ഷിക്കുന്നത്. ഏതായാലും ഹമാസിൻ്റെ ആ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കൊലപാതകങ്ങളും മറ്റുമൊക്കെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്ന് ഒരു പക്ഷം ഇസ്രയേൽ പറയുന്നുണ്ട്. നിലവിൽ ഇസ്രയേൽ 100 പേർക്ക് 100 പെർമിറ്റാണ് ദിവസവും നൽകുന്നത്. അത് 18 വയസ്സ് കഴിഞ്ഞവർക്കാണ്. ഇപ്പോൾ ഇസ്രയേൽ പുതിയൊരു നിബന്ധന കൂടെ വെക്കാൻ ഒരുങ്ങുന്നു. നിർബന്ധിത സൈനിക സേവനം കഴിഞ്ഞവർക്ക് മാത്രമാണ് ഈ ലൈസൻസ് നൽകുക എന്നൊരു നിബന്ധന വെക്കാനായിട്ടൊരു തീരുമാനം കൂടി ഇസ്രയേൽ ചിലപ്പോൾ എടുത്തേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.